ഒരു വല്ലാത്തൊരു അസുഖമുണ്ട്. ഈ അസുഖത്തിൽ നമ്മുടെ ബ്രെയിന് നമ്മളെ പറ്റി. നമുക്ക് തോന്നും നമ്മളിപ്പോൾ എന്തോ അപകടത്തിലേക്ക് പോവാണ്, നമ്മൾ മരിക്കാൻ പോവാണ്, നമുക്ക് ശ്വാസം കിട്ടുന്നില്ല, നമ്മുടെ ഹൃദയത്തിന് എന്തോ സംഭവിക്കാൻ പോവാണ്, ഇപ്പൊ തന്നെ നമ്മൾ മരിച്ചു പോകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനോ ഹൃദയത്തിനോ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇതെന്താണ് ഈ അസുഖം? ഇത് വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ്. ഈ അസുഖം കാണുമ്പോൾ പെട്ടെന്ന് കൂടെയുള്ളവർക്കോ ചിലപ്പോൾ ഡോക്ടർമാർക്ക് പോലോ ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വരെ തോന്നിപ്പോകും. ഇതിന്റെ പേരാണ് പാനിക് അറ്റാക്ക്. ഇതിന്റെ കാരണം എന്താണ്? ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതെങ്ങനെ മാറ്റിയെടുക്കാം? നമുക്ക് നോക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് കാഷ്വാലിറ്റിയിൽ വരുന്ന 25% നെഞ്ച് പ്രശ്നങ്ങൾ പാനിക് അറ്റാക്ക് കൊണ്ടാണ്, ഹാർട്ട് അറ്റാക്ക് കൊണ്ടല്ല. പക്ഷേ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ പഠനങ്ങൾ കാണിക്കുന്നത് സ്ഥിരമായിട്ട് പാനിക് അറ്റാക്ക് വരുന്ന വ്യക്തികൾ പതുക്കെ ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് കൂടാനുള്ള സാധ്യതയാണ്. പാനിക് അറ്റാക്കിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസ് കൂടുന്ന സമയത്ത് ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് ഏകദേശം 3 ഇരട്ടിയിലധികം കൂടുന്നുണ്ട്. ഈ ഒരു സംഭവം ഏകദേശം ആദ്യത്തെ 10 മിനിറ്റ് വളരെ കൂടുതലായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് അത് പീക്കിലെത്തും. പിന്നീട് പതുക്കെ അത് കുറഞ്ഞു വരും. പഠനങ്ങൾ കാണിക്കുന്നത് 95% പാനിക് അറ്റാക്കുകളും 20 മിനിറ്റ് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നോർമലായിട്ട് മാറും. പാനിക് അറ്റാക്കിനെ നമ്മൾ നേരിടേണ്ടത് പലപ്പോഴും നമ്മുടെ ബ്രീത്തിങ് ടെക്നിക്ക് കൊണ്ടാണ്. ശ്വാസോച്ഛ്വാസത്തിലുള്ള ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു പരിധിവരെ പാനിക് അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. അതാണ് കൺട്രോൾഡ് ബ്രീത്തിങ്. കൺട്രോൾഡ് ബ്രീത്തിങ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു സ്ഥലത്ത് സമാധാനത്തോടെ പോയിരിക്കുക, നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുക, ശ്വാസം ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കുക, ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ആ ശ്വാസം നമ്മൾ പിടിച്ചു വെക്കുക, അതിനുശേഷം അടുത്ത 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് വീണ്ടും ആവർത്തിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ സാധാ ശ്വാസത്തിലേക്ക് പോവുക. ഒരു 5-6 തവണ സാധാ ശ്വാസം എടുത്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കൺട്രോൾഡ് ബ്രീത്തിങ് വീണ്ടും 2 സൈക്കിൾ ചെയ്യാം. പാനിക് അറ്റാക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഒരു പാനിക് അറ്റാക്ക് ആണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കുക. അതല്ലാതെ അത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വെച്ച് പേടിക്കാനോ പാടില്ല. ഇത് കുറച്ച് നേരം കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അടുത്ത തവണ ഇങ്ങനെ വരുമ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് ഇത് ചെയ്യാനുള്ള ടെക്നിക്ക് അവർ പഠിച്ചു വെക്കുക. മാത്രമല്ല പാനിക് അറ്റാക്കിന്റെ കൂടെ പല ആളുകൾക്കും ബ്രെയിനിന്റെ പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നും, വയറ്റിലോരോ അസ്വസ്ഥതകളായിട്ട് തോന്നും, ക്ഷീണം തോന്നും, കൈയൊക്കെ ചിലപ്പോൾ ഓരോ പൊസിഷനിലേക്ക് മാറും, മസിൽസിലൊക്കെ ഒരു കടച്ചിൽ വരും. പാനിക് അറ്റാക്ക് ഒരുപാട് വ്യക്തികളെ ശല്യം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെക്കുറിച്ച് രോഗിയും അറിഞ്ഞിരിക്കണം, കൂടെ ഉള്ളവരും അറിഞ്ഞിരിക്കണം.